الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ തഖ്വ ബോധത്തോടുകൂടി ജീവിക്കുന്ന വിശ്വാസിനികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കാലം ആരെയും കാത്തു നിൽക്കാതെ ഒരു പുഴ പോലെ ഒഴുകുകയാണ്. കാലചക്രത്തിൻ്റെ കറക്കം അതിവേഗത്തിലാണ്. നാം സാധാരണ പറയാറുള്ളത് പോലെ മാസങ്ങൾ ആഴ്ചകളെപ്പോലെ, ആഴ്ചകൾ ദിവസങ്ങളെപ്പോലെ, ദിവസങ്ങൾ മണിക്കൂറുകളെപ്പോലെ, അങ്ങനെ താഴോട്ട് താഴോട്ട് അതിശീഘ്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള അവസ്ഥ ഖിയാമത്തിൻ്റെ ലക്ഷണമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രസിദ്ധ കവി സ്വാലിഹ് ഇബ്നു അബ്ദുൽ ഖുദ്ദൂസ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത്, അലം തറ അന്നൽ യൗമ അസ്റാഉ ദാഹിബിൻ വ അന്നാ ഗദൻ ലിന്നാളിരീന ഖരീബു എന്നാണ്. നീ കാണുന്നില്ലയോ, ദിവസങ്ങൾ നിന്നിൽ നിന്ന് വളരെ പെട്ടെന്നാണ് കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. നാളെയാകട്ടെ നിന്റെ അടുക്കലേക്ക് വളരെ പെട്ടെന്നാണ് അടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇന്നലകൾ വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോവുകയും നാളെകൾ വളരെ പെട്ടെന്ന് നമ്മെ സമീപിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് നാം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത വളരെ മഹത്തായ വലിയ ഒരു കാര്യം സമയമെന്നതാണ്. നമ്മുടെ സമയം, നമ്മുടെ അവസരങ്ങൾ അത് നഷ്ടപ്പെടുകയാണ് എങ്കിൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയില്ല. ആരോഗ്യമാണ് നഷ്ടപ്പെടുന്നത് എങ്കിൽ ഒരു പക്ഷേ നല്ല വിദഗ്ധമായ ചികിത്സയിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും. സമ്പത്താണ് നഷ്ടപ്പെടുന്നത് എങ്കിൽ
അത് നഷ്ടപ്പെടാനുള്ള കാരണവും മറ്റും കണ്ടുപിടിച്ച് വളരെ ഊർജ്ജസ്വലതയോടുകൂടി യുക്തിയോടുകൂടി ആ മേഖലയിൽ മുന്നോട്ട് പോയാൽ ആ സാമ്പത്തിക രംഗവും നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നഷ്ടപ്പെടുന്ന എന്തു തന്നെ സ്ഥാനമാനങ്ങളോ അധികാരങ്ങളോ എന്തു തന്നെയായിരുന്നാലും പിന്നീട് വീണ്ടെടുക്കാൻ കഴിയും. നഷ്ടപ്പെട്ടാൽ വീണ്ടെടുക്കാൻ കഴിയാത്തത് അത് സമയങ്ങളും അവസരങ്ങളുമാണ് എന്നത് നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദുനിയ സലാസത്തു അയ്യാം, ദുനിയാവ് എന്ന് പറയുന്നത് 3 ദിവസങ്ങളെ പോലെയാണ്. ദുനിയാവിലെ മൊത്തം ജീവിതം എന്ന് പറയുന്നത് 3 ദിവസങ്ങളെ പോലെയാണ്. അമ്മൽ അംസി, ഒന്ന് ഇന്നലകളാണ്. വഖദ് ദഹബ ബിമാ ഫീഹി, അതുമായി അത് കഴിഞ്ഞുപോയി. ഇന്നലകൾ കഴിഞ്ഞുപോയി, അതിനി തിരിച്ചു വരികയില്ല. വ അമ്മ ഗദൻ, വേറൊന്ന് നാളെ എന്നതാണ്. ഫല അല്ലക ലാ തുദ്രിക്കുഹു, ഒരു പക്ഷേ അത് എത്തിപ്പിടിക്കാൻ നിനക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. നാളെ എന്നത് നമ്മൾ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല, അതിലേക്ക് എത്തിപ്പെടാൻ ഭാഗ്യം ഒരു പക്ഷേ നമുക്കുണ്ടാവണമെന്നില്ല. വ അമ്മൽ യൗം ഫലക, ഇന്ന് എന്ന് പറയുന്നത് അതാണ് നിനക്കുള്ളത്. ഫഅ്മൽ ഫീഹി, അതിൽ നീ പ്രവർത്തിച്ചോ. എത്ര വിലവത്തായ ഉപദേശമാണ് അദ്ദേഹം നൽകുന്നത്. ഇന്നലെ എന്നത് കഴിഞ്ഞുപോയി, നാളെ എന്നത് പ്രാപിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഇന്നാണ് നിന്റെ മുമ്പിലുള്ള അവസരം, അതിൽ നീ പ്രവർത്തിച്ചോ. അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു വാചകമായി പറയുന്നത്, അദ്റക്തു അഖ്വാമൻ, ചില ജനങ്ങളെ ഞാൻ കണ്ടു, ചില ആളുകളെ ഞാൻ കണ്ടു. കാനു അല ഔഖാതിഹിം അശദ്ദ മിൻകും ഹിർസൻ അല ദറാഹിമക്കും വദനാനീറക്കും, നിങ്ങളുടെ അടുത്തുള്ള ദീനാറുകളെക്കാളും ദിർഹമുകളെക്കാളും അവർ വില കൽപ്പിച്ചിരുന്നത് അവരുടെ അടുത്തുള്ള സമയങ്ങൾക്കായിരുന്നു. അങ്ങനെയുള്ള ജനവിഭാഗത്തെ ഞാൻ കണ്ടു എന്ന് അദ്ദേഹം പറയുന്നതായി കാണുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ സൂചിപ്പിച്ചത് നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ ആളുകൾ ലോകമൊട്ടാകെ അത് ആഘോഷിക്കുവാനുള്ള തിരക്കിലാണ്. പല വിധത്തിലുള്ള ആഘോഷങ്ങൾ. ന്യൂ ഇയർ പലർക്കും ആഘോഷമാണ്. ഫൗണ്ടൻ ഷോ, ആനിമേഷൻ ഷോ, കാർണിവൽ, ലൈറ്റ് ഷോ, ലേസർ ഷോ, കരിമരുന്ന് പ്രയോഗങ്ങൾ, ഇങ്ങനെ വിവിധങ്ങളായ രൂപത്തിൽ ആളുകൾ അതിനെ ആഘോഷിക്കുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ലഹരി വസ്തുക്കളെ കൊണ്ട് ആ ദിവസത്തിന് മാറ്റുകൂട്ടുന്നതും നമുക്ക് കാണാവുന്നതാണ്. രാത്രിയെ പകലാക്കിക്കൊണ്ടുള്ള ആഘോഷങ്ങളാണ് പല സ്ഥലങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആടിത്തിമർക്കുകയും അടിച്ചു പൊളിക്കുകയും കുടിച്ചു തീർക്കുകയും ചെയ്യുന്ന ഒരു ആഘോഷമായി പല ആഘോഷങ്ങളെപ്പോലെ തന്നെയും ന്യൂ ഇയർ ആഘോഷവും മാറിയതായി നമുക്ക് അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ കുത്തഴിഞ്ഞ ലൈംഗികതയിലേക്ക് വഴിമാറുന്ന അവസ്ഥയും ഈ ആഘോഷങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് ഈ ന്യൂ ഇയറിനെ വരവേൽക്കുവാൻ വേണ്ടി ആളുകൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ആഘോഷിക്കുവാനുള്ള വല്ല വകയും ഈ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നതുകൊണ്ട് ഉണ്ടോ? ചരിത്രപരമായി വല്ലതുമുണ്ടോ? ശാസ്ത്രീയമായി വല്ലതുമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ജൂലിയർ കലണ്ടർ എന്ന് പറയുന്ന മാർച്ച് 21 വർഷാരംഭം കണക്കാക്കിയിരുന്ന അവസ്ഥയിൽ നിന്ന് ഗ്രിഗോറിയൻ കലണ്ടറിലേക്ക്, അഥവാ ജനുവരി 1 വർഷം കണക്കാക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടറിലേക്ക് മാറി എന്ന ഒരു വ്യത്യാസം മാത്രമാണുള്ളത്. മുമ്പ് ഇപ്പം നിലവിലുള്ള നമ്മുടെ കലണ്ടറിന് മുമ്പ് ജൂലിയൻ കലണ്ടർ എന്നൊരു കലണ്ടറായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ആ കലണ്ടർ പ്രകാരം മാർച്ച് 21 വർഷാരംഭം. അത് ഒരു പാതിരിയച്ഛൻ, മാർ ഗ്രിഗോറിയോസ് എന്ന് പറയുന്ന ഒരു പാതിരിയച്ഛൻ ഒരു പുതിയ ഒരു കലണ്ടർ രൂപകൽപ്പന നൽകുകയും അതിന് ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് നാമകരണം ചെയ്യുകയും അത് ലോകത്ത് നടപ്പിലാക്കുന്ന ഒരു അവസ്ഥയുണ്ടാവുകയും ചെയ്തു. അപ്പോൾ എത്രയേ മാറ്റുള്ളൂ. മാർച്ച് 1 കൊല്ലാരംഭം കണക്കാക്കുന്നതിൽ നിന്ന്
ജനുവരി 1 മാറി എന്ന വ്യത്യാസം മാത്രമേയുള്ളൂ. ഇതിന് വല്ല അടിസ്ഥാനവുമുണ്ടോ? ശാസ്ത്രീയപരമായോ ചരിത്രപരമായോ വല്ല അടിസ്ഥാനവുമുണ്ടോ? അങ്ങനെയൊന്നുമൊട്ടില്ലതാനും. അപ്പോൾ എന്തിനു വേണ്ടിയാണ് അത് ആഘോഷിക്കുന്നത്? ഒരു ആഘോഷമാക്കി മാറ്റാൻ വല്ല അടിസ്ഥാനവുമുള്ള ഒരു കാര്യമല്ല. ഇനി അത് മാത്രവുമല്ല, പല ആളുകളും, നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മളടക്കമുള്ള ആളുകളിൽ പലരും ഒരു പൊതുവായ വർഷാരംഭമായി ജനുവരി 1 കണക്കാക്കുകയും 12 മാസങ്ങൾ നമ്മൾ അങ്ങനെ ആ രൂപത്തിൽ കണക്ക് കൂട്ടുകയും ചെയ്യുന്നുവെങ്കിലും പല ആളുകൾക്കും വർഷാരംഭം എന്നത് പല രൂപത്തിലാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ ഔദ്യോഗിക വർഷം എന്ന് പറയുന്നത് ശകവർഷമാണ്. അങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. ശകവർഷമാണ് ഭാരതത്തിൻ്റെ ഔദ്യോഗിക വർഷം എന്ന് പറയുന്നത്. കർഷകരായ ആളുകളുടെ വർഷമായി, അഥവാ മലയാളിക്ക് സ്വന്തമായി അവർ ഒരു വർഷമായി അവർ കണക്കാക്കുന്നത് ചിങ്ങപ്പുലരിയാണ്, ചിങ്ങമാണ്. ആ രൂപത്തിലാണ് അവർ വർഷാരംഭമായി കണക്കാക്കുന്നത്. മുസ്ലിങ്ങളായ ആളുകൾ അവരുടെ ആരാധനകൾക്കും മറ്റും കണക്കാക്കുന്നത് ഹിജ്റ വർഷത്തെയാണ്. അധ്യാപകരും വിദ്യാർത്ഥികളുമായ ആളുകൾ അവരുടെ വർഷാരംഭമായി കണക്കാക്കുന്നത് ജൂൺ 1, അധ്യയന വർഷത്തിൻ്റെ ജൂൺ 1. അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ബാങ്കുകൾ, അതുപോലെ സാമ്പത്തിക വിദഗ്ധന്മാർ, അവരൊക്കെ വർഷമായി കണക്കാക്കുന്നത് ഏപ്രിൽ 1. അപ്പോൾ ഇത് വിവിധ മാസങ്ങളിലായിക്കൊണ്ട് കണക്കാക്കപ്പെടുന്ന രീതിയും സ്വഭാവവും നമുക്ക് കാണാം. മൊത്തത്തിൽ ആളുകൾ ജനുവരി 1 മുതൽ ഈ ഗ്രിഗോറിയൽ കലണ്ടറിനെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവലംബിക്കുന്നു എന്ന് മാത്രം. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ആഘോഷിക്കാനും അതിലൊരു കാര്യവുമില്ല. എന്നാൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഒരു പുനർവിചിന്തനം നടത്തുക, ഒരു പരിശോധന നടത്തുക, ഒരു ഇവാലുവേഷൻ നടത്തുക എന്നത് ആവശ്യമാണ്. അത് നല്ലതുമാണ്. ഒരു പരിശോധന, ഒരു ആത്മപരിശോധന നടത്തുക എന്നുള്ളത്. കാരണം നമുക്ക് വല്ല വീഴ്ചകളും സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ ഒരു പാഠമാകുവാൻ വേണ്ടി, വല്ല തെറ്റുകളും സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അത് തിരുത്തുവാൻ വേണ്ടി, നമുക്കുള്ള മികവുകൾ വളർത്തുവാൻ വേണ്ടി ഒരു അവസരത്തിൽ അതിനെക്കുറിച്ചെല്ലാം ഒന്ന് ആലോചിക്കുകയും ഒരു ആത്മവിചിന്തനം നടത്തുകയും പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ആവേശത്തോടു കൂടി മുന്നോട്ട് പോവുകയും ചെയ്യാൻ ഇങ്ങനെയുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനു വേണ്ടിയല്ല ആളുകൾ ആരും ഈ ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. ഈ പറഞ്ഞ രൂപത്തിൽ ഒന്ന് ആഘോഷിക്കുന്നത്. അവിടെ നമുക്ക് ആലോചിക്കുവാനുള്ളത്, എൻ്റെ ആയുസ്സിൽ നിന്ന് ഒരു വർഷവും കൂടി കൊഴിഞ്ഞു വീണിരിക്കുന്നു. എൻ്റെ ആയുസ്സിൽ നിന്ന് ഒരു വർഷവും കൂടി കൊഴിഞ്ഞു വീണിരിക്കുന്നു. അഥവാ എൻ്റെ മരണത്തിലേക്ക് ഞാൻ ഒരു വർഷവും കൂടി അടുത്തിരിക്കുന്നു. ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൊഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മരണത്തിലേക്ക് ഒരു വർഷം അടുത്തു എന്നാണ്. ആ ബോധത്തോടു കൂടി വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞ സൂറത്തു അൽ അംബിയ 21-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, ജനങ്ങൾക്ക് അവരുടെ ഹിസാബ് അടുത്തെത്തിയിരിക്കുന്നു. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ഹിസാബ് വളരെ അടുത്തെത്തിയിട്ടുണ്ട്. വളരെ പെട്ടെന്നാണ് അറ്റാക്ക് വന്ന് കുഴഞ്ഞു വീണ് പല വിധത്തിൽ ആളുകൾ ഈ ലോകത്തോട് യാത്ര പറയുന്നത്. അവരുടെ ഹിസാബൊക്കെ വളരെ അടുത്തെത്തിയിട്ടുണ്ട്. വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, എന്നാൽ അവർക്ക് ആ ബോധമൊന്നുമില്ല, അവർ അശ്രദ്ധയിൽ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സൂറത്തു അംബിയായിൽ അല്ലാഹു പറയുകയാണ്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ 57-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ സൂറത്തു അൽ ഹദീദിൽ അല്ലാഹു പറയുന്നു, അലം യഅ്നി ലില്ലദീന ആമനു, വിശ്വാസികൾക്ക് ഇനിയും സമയമായില്ലയോ? വിശ്വാസികൾക്ക് ഇനിയും സമയമായില്ലേ? എത്രയെത്ര കാര്യങ്ങളാണ്, ചരിത്രങ്ങളാണ്, സംഭവങ്ങളാണ്, പാഠങ്ങളാണ് അവരുടെ മുമ്പിൽ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പല വിധത്തിലുള്ള മാറാരോഗങ്ങളായി, വ്യാധികളായി, ഭൂകമ്പങ്ങളായി, പ്രകൃതി ദുരന്തങ്ങളായി, ഇങ്ങനെ എന്തെല്ലാം അവരുടെ മുമ്പിൽ കഴിഞ്ഞു പോകുന്നു. എന്നിട്ടും അലം യഅ്നി ലില്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾക്ക് സമയമായില്ലയോ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അവരുടെ ഹൃദയങ്ങളെ അല്ലാഹുവിന് വിനയപ്പെട്ടതാക്കി തീർക്കുവാൻ അവർക്ക് സമയമായില്ലേ? പടച്ചോനെ പേടിക്കാൻ, അവന്റെ നിയമങ്ങൾ പാലിക്കാൻ,
അവൻ പറയുന്നത് പോലെ മുന്നോട്ട് ജീവിക്കാൻ അവർക്ക് സമയമായില്ലയോ? വമാ നസല മിനൽ ഹഖ്, അവർക്കിറങ്ങിയിട്ടുള്ള ആ യാഥാർത്ഥ്യം അഥവാ വിശുദ്ധ ഖുർആൻ, ഇസ്ലാം മതം, അതിനെ ഇറക്കിയിട്ടുള്ള അതിനെ ഉൾക്കൊള്ളാനും അവർക്ക് സമയമായില്ലേ? വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലു, മുൻകാലത്ത് വേദങ്ങൾ നൽകപ്പെട്ടവരെ പോലെ ആവാതിരിക്കാനും അവർക്ക് സമയമായില്ലയോ? മുൻകാലത്ത് വേദങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, അവരെ പോലെ ആവാതിരിക്കാൻ. എന്നിട്ട് അല്ലാഹ് പറയുന്നു ഫത്വാല അലൈഹിമുൽ അമദു, അവർക്ക് ഒരുപാട് കാലങ്ങൾ നൽകി. പക്ഷേ ആ കാലങ്ങൾ അവർ പ്രയോജനപ്പെടുത്തുകയല്ല ചെയ്തത്. ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തു പോവുകയാണ് ചെയ്തത്. ആയുസ്സും ആരോഗ്യവും ഒക്കെ അവർക്ക് ഒരുപാട് നൽകിയിട്ട് അതവർ പ്രയോജനപ്പെടുത്തിയില്ല, ഉപകാരപ്പെടുത്തിയില്ല. ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ അധികം ആളുകളും ദുർനടപ്പുകാരായി മാറുകയാണ് ചെയ്തത്. അങ്ങനെ ആവാതിരിക്കാനും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും വിശ്വാസികളായ ആളുകൾക്ക് സമയമായില്ലേ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. അതുപോലെ പ്രവാചകൻ ഒരു തിരുവചനത്തിലൂടെ ഹാസിബു ഖബ്ല അൻ തുഹാസബു വസിനു ഖബ്ല അൻ തുവാസനു, നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് വിചാരണ ചെയ്യുക. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തൂക്കിക്കണക്കാക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് തൂക്കി നോക്കുക. അതിനൊക്കെ ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താം. ന്യൂ ഇയർ അതുപോലെയുള്ള അവസരങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താം. പ്രവാചകൻ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ഇബ്നു ഉമറേ, നീ ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത് ഒരു ചിരഞ്ജീവിയെ പോലല്ല, ഞാൻ എന്നും ഇവിടെ ഉണ്ടാകും എന്ന ചിന്തയോട് കൂടിയിട്ടല്ല, ഒരു അപരിചിതനെ പോലെ, ഒരു വഴിയാത്രക്കാരനെ പോലെയാണ് ദുനിയാവിൽ ജീവിക്കേണ്ടത്. ഏത് സമയത്തും ഇവിടെ നിന്ന് പോകണം, തിരിച്ചു പോകണം എന്ന ബോധമുണ്ടാകണം. മുത്തുനബിയിൽ നിന്ന് ഈ ഉപദേശം സ്വീകരിച്ചിട്ടുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറ്റുള്ളവരോടെല്ലാം ഉപദേശിക്കാറുണ്ടായിരുന്നു, ഇദാ അസ്ബഹത ഫലാ തൻതളിറുൽ മസാ, നേരം പുലർന്ന് ആ കണ്ണ് തുറക്കാനുള്ള ഭാഗ്യം നിനക്ക് ലഭിച്ചാൽ ഫലാ തൻതളിറുൽ മസാ, വൈകുന്നേരം വരെ ഞാൻ ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. വൈദാ അംസൈത, നിനക്ക് വൈകുന്നേരമാകുന്നത് വരെ ജീവിക്കാനുള്ള അവസരം പടച്ചോൻ തന്നാൽ ഫലാ തൻതളിറു സ്വബാഹ, വീണ്ടും ഒരു പ്രഭാതത്തിന്റെ ഉദയത്തിന് സാക്ഷിയാകാൻ എനിക്ക് ഭാഗ്യമുണ്ടാകും എന്ന് നീ കരുതരുത്. വഖുദ് മിൻ സിഹ്ഹതിക ലിമറളിക വമിൻ ഹയാതിക ലിമൗതിക, നിന്റെ ആരോഗ്യ സമയത്ത് അനാരോഗ്യത്തിലേക്ക് ആവശ്യമായത് നീ സമ്പാദിച്ചു വെക്കണം. നിന്റെ ഐഹിക ജീവിതത്തിൽ പാരത്രിക ജീവിതത്തിലേക്ക് ആവശ്യമായതും സമ്പാദിച്ചു വെക്കണം. ഇതുപോലെയുള്ള ആലോചനകൾ ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ അവസ്ഥയിൽ നമുക്ക് കാണാവുന്നതാണ്. നാം പറഞ്ഞതുപോലെ ഒരു പുതിയ വർഷമല്ല, പുതിയ വർഷത്തിന്റെ ഗണന കണക്ക് കൂട്ടലിൽ അങ്ങനെ ഒരു മാറ്റമുണ്ടായി. മാർച്ച് 21 എന്നത് ജനുവരി 1 മാറി എന്ന ആ ഗണനയിൽ മാറ്റമുണ്ടായി എന്നതല്ലാതെ ആ രൂപത്തിലുള്ള ഒരു ആഘോഷത്തിന്റെ പ്രസക്തിയില്ല. എന്നാൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങൾക്ക്, ചിന്തകൾക്ക്, ആത്മപരിശോധനക്ക് ഏറെ പ്രാധാന്യമുണ്ട്. സിന്ധു നദീതടം മുതൽ യൂറോപ്പ് മുതൽ സിന്ധു നദീതടം വരെ കീഴടക്കിയിട്ടുള്ള അലക്സാണ്ടർ ചക്രവർത്തി, അദ്ദേഹം അവസാനം രോഗബാധിതനായി ഇനി രക്ഷപ്പെടുകയില്ല എന്ന് തോന്നിയപ്പോ അദ്ദേഹം തന്റെ ഭൃത്യരോട് പറഞ്ഞു, ഞാൻ മരണപ്പെട്ട് എൻ്റെ ശവമഞ്ചം നിങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് 2 ഭാഗത്തൊരു ദ്വാരമുണ്ടാക്കി എൻ്റെ കൈകൾ രണ്ടും ആ ദ്വാരത്തിലൂടെ പുറത്തേക്കിടണം. എന്നിട്ട് അദ്ദേഹം അതിന് കാരണം പറഞ്ഞത്, അന്നത്തെ ലോക വ്യവസ്ഥയിൽ ലോകം മുഴുവനും കീഴടക്കിയിട്ടുള്ള അലക്സാണ്ടർ ഇതാ വെറും കയ്യോടെയാണ്, ഒന്നുമില്ലാതെയാണ് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത് എന്ന് ജനമറിയട്ടെ എന്നാണ്. നാം എത്ര വെട്ടിപ്പിടിച്ച് എങ്ങനെയുണ്ടാക്കിയാലും അതെല്ലാം ഇവിടെ തന്നെ ബാക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര പോവുക എന്നതും നാം തിരിച്ചറിയേണ്ടുന്ന യാഥാർത്ഥ്യമാണ്. ഈ ഒരു ബോധം നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടാകണം. അതുപോലെ ഇങ്ങനെയുള്ള അവസരങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും
തുടക്കം കുറിക്കുവാനും നല്ലതാണ്. ഒരു വിശ്വാസി എന്ന അർത്ഥത്തിലുള്ള ആലോചനയാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇതുവരെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവിടെ ചെല്ലേണ്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. ഇത് ശീലിക്കാത്തവരോ ഇത് ചൊല്ലാത്തവരോ ഇത് പഠിക്കാത്തവരോ ആയ ആളുകൾ ഇനി ഇതാ ഈ ജനുവരി 1 മുതൽ ഞാനിതാ ആ കാര്യം പ്രാവർത്തികമാക്കാൻ പോവുകയാണ്. അതുപോലെ ബാക്കി സുബഹ് ജമാഅത്തിനെ കുറിച്ച്, അതുപോലെ ജീവിതത്തിലെ ഇസ്ലാമികമായ ചിട്ടകളെക്കുറിച്ച്, മര്യാദകളെക്കുറിച്ച്, സ്വഭാവങ്ങളെക്കുറിച്ച്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാനിതാ ഇന്നു മുതൽ തുടക്കം കുറിക്കുകയാണ് എന്ന ചിന്തയിൽ നിന്ന് ആ രൂപത്തിലുള്ള ഒരു പ്രായോഗിക രീതിയിലേക്ക് മാറുവാനും നമുക്ക് ഈ അവസരം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ചില ദുശ്ശീലങ്ങൾ ആളുകളിലുണ്ടാകും. പുകവലിക്കുന്ന ആളുകളുണ്ടാകും. അങ്ങനെ പുകവലിക്കുന്ന ആളുകൾ അത് നല്ലതാണ് എന്ന് വിചാരിച്ചുകൊണ്ടല്ല ആരും പുകവലിക്കുന്നത്. അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് പലവരും നമ്മൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമികമായും അത് ഏറെ നല്ലതല്ല എന്നും ഹറാമാണ് എന്നുവരെ അഭിപ്രായപ്പെട്ട ആളുകളുമുണ്ട്. അപ്പോ ഇത്രയും മാരകമായതും ഇസ്ലാമികമായും തെറ്റായ അങ്ങനെ ഒരു ശീലമെന്നിലുണ്ട് എങ്കിൽ ആ ജനുവരി 1 മുതൽ ഞാനത് സ്റ്റോപ്പ് ചെയ്യുകയാണ് എന്ന് തീരുമാനമെടുക്കാവുന്നതാണ്. അതുപോലെ മുറുക്കുക എന്നത് നല്ല സ്വഭാവമൊന്നുമല്ല, നല്ല ശീലമൊന്നുമല്ല. അത് ആരോഗ്യരംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ആ ശീലമുള്ളവർക്ക് അത് നിർത്തി. എന്നാ നിർത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ 2026 ജനുവരി 1 എന്ന് പറയാൻ, അത്തരത്തിലുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ പറ്റുന്ന അവസരങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ നാം ഇവിടെ ജീവിച്ചിരിക്കുന്ന സമയത്തും മരണാനന്തരവും നമുക്ക് സൽപ്പേരുണ്ടാകണം. ആളുകൾ നമ്മെക്കുറിച്ച് നല്ലത് പറയണം. ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ആരാണ് നല്ലവൻ എന്ന് ചോദിക്കുന്ന സമയത്ത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ പള്ളിന്റെ മുമ്പ് പോയി നിന്നോളി, 5 വക്തിനും പള്ളിക്ക് വരുന്ന ആളെ നോക്കിയിട്ട് ഓൻ നല്ലവനാണ് തീരുമാനിച്ചോളി എന്നല്ല. 30 ദിവസം റമദാനിലെ നോമ്പ് നോൽക്കുന്ന ആളുകൾ ഓലാണ് നല്ലോലി എന്നല്ല മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല ആളുകളെക്കുറിച്ച് പറഞ്ഞതിൽ പലതുമുണ്ട്. ഒന്ന്, അയൽപ്പക്കക്കാർ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നുവെങ്കിൽ, ഒരാളെക്കുറിച്ച് നല്ലത് പറയുന്നുവെങ്കിൽ അവർ മനസ്സിലാക്കട്ടെ അവൻ നല്ലവനാണ്. സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത പുലർത്തുന്നുണ്ട് എങ്കിൽ അവർ മനസ്സിലാക്കട്ടെ അവൻ നല്ലവനാണ് എങ്കിൽ, നാം മറ്റൊരാളുടെ കൂടെ യാത്ര പോകുന്ന സമയത്ത് ആ യാത്രയിലും സൂക്ഷ്മത പുലർത്തുന്ന ആളുകളുണ്ട് എങ്കിൽ അവർ മനസ്സിലാക്കട്ടെ അവൻ നല്ലവനാണ് എന്ന്. അപ്പോൾ നല്ലവനാണെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരുപാട് ഗുണങ്ങൾ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ആ ഗുണങ്ങൾ നമ്മിൽ നിന്ന് ആളുകൾ അറിയുകയും അവരിൽ നിന്ന് നമ്മൾ ഒന്നും ഒരു പ്രത്യുപകാരമോ അതുപോലെ ഒരു സർട്ടിഫിക്കറ്റോ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റോ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ആളുകൾ നമ്മെക്കുറിച്ച് മറ്റുള്ളവരോട് അങ്ങനെ പ്രതികരിക്കണം, പറയണം. അങ്ങനെ ഒരു സൽകീർത്തി ഇവിടെ നിന്ന് മാത്രമല്ല മരണാനന്തരവും. പടച്ചോനെ, അയാൾ മരണപ്പെട്ടു പോയി, ജീവിച്ചിരിക്കുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളായിരുന്നു. എന്തെങ്കിലും ഒരു 100 റുപ്യൻ്റെ 500 റുപ്യൻ്റെ 1000 റുപ്യൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോയി ചോദിച്ചാൽ ഉടനെ എടുത്തു തരുമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആവശ്യങ്ങൾ നിർവഹിച്ചു തരുമായിരുന്നു. എന്തൊരു കാര്യവും പോയി പറയാൻ പറ്റുന്ന ആളായിരുന്നു. അയാളെത്തില്ലെങ്കിൽ അതിൻ്റെ മാർഗം അയാൾ സ്വീകരിക്കുമായിരുന്നു. ഇങ്ങനെ പറയിപ്പിക്കാൻ, നമ്മൾ മരിച്ചു പോയതിന് ശേഷവും നമ്മെക്കുറിച്ച് അങ്ങനെ പറയിപ്പിക്കാനുള്ള രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഈ ഒരു തുടക്കം, വർഷത്തിന്റെ തുടക്കത്തിൽ നമുക്ക് കഴിയും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥന സൂറത്തു ശുഅറ 26-ാം അധ്യായം 84-ാമത്തെ വചനത്തിൽ പറയുന്നു, വജ്അൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. പടച്ചോനെ, ശേഷക്കാരായ ആളുകളിൽ നിന്ന് എനിക്കൊരു സൽകീർത്തി ഉണ്ടാകണമേ, ശേഷക്കാരായ ആളുകൾ എന്നെക്കുറിച്ച് നല്ലതു പറയണമേ എന്ന് അള്ളാഹുവിനോട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതായിരുന്നു. അതിനു മാത്രമുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ നമ്മളും പ്രവർത്തിക്കണം. നമുക്ക് ശേഷവും അതുപോലെയുള്ള സൽകീർത്തികൾ ഉണ്ടാകാൻ നമ്മളും ശ്രമിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ചരിത്രത്തിൽ നമുക്കറിയാം, നോബൽ സമ്മാനം എന്ന് പറയുന്ന ആൽഫ്രഡ് നോബൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്റെ പേരിലുള്ള ഡയനാമിറ്റ് കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. ഡയനാമിറ്റ് കണ്ടുപിടിച്ച ആൽഫ്രഡ് നോബൽ എന്ന് പറയുന്ന ആളിന്റെ പേരിലാണ് നോബൽ സമ്മാനമുള്ളത്. ഓരോ വർഷത്തിലും ലോക സമാധാനത്തിന് വേണ്ടി അതുപോലെ തന്നെ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നൽകുന്ന സമ്മാനമാണ് നോബൽ സമ്മാനം എന്ന് പറയുന്നത്.
ചരിത്രത്തിൽ ഒരു സംഭവം കാണാം. അദ്ദേഹത്തെക്കുറിച്ച് ഒരു ദിവസം പത്രത്തിൽ ഒരു വാർത്ത വന്നു, മരിച്ചു എന്ന്. പക്ഷെ അയാൾ മരിച്ചിട്ടില്ലായിരുന്നു. ചിലപ്പോൾ പത്രങ്ങളിലൊക്കെ ഇങ്ങനെ വാർത്ത തെറ്റി വരാറുണ്ടല്ലോ. പക്ഷേ ആ വാർത്ത തെറ്റി വന്നപ്പോൾ അതിന് കൊടുത്തിട്ടുള്ള ടൈറ്റിൽ എന്ന് പറയുന്നത് ഏത് രൂപത്തിലാ? ഡയനാമിറ്റ് വീരൻ അന്തരിച്ചു. കാരണം ഒരുപാട് ആളുകളെ നശിപ്പിക്കുന്നതാണ് ഡയനാമിറ്റ് എന്ന് പറയുന്നത്. ഡയനാമിറ്റ് വീരൻ അന്തരിച്ചു ഒരു പത്രത്തിന്റെ ഹെഡിങ് ആണ്. വേറൊരു പത്രത്തിന്റെ ഹെഡിങ് മരണത്തിന്റെ ദൂതൻ, മരണത്തിന്റെ വിൽപ്പനക്കാരൻ യാത്രയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഇത് അദ്ദേഹം തന്നെ കാണാനിടയായി. ഈ തെറ്റി വന്ന റിപ്പോർട്ടാണെങ്കിലും അദ്ദേഹം കാണാനിടയായി. പിന്നീട് അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ ഇനി മനുഷ്യർക്ക് വേണ്ടി നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ. അങ്ങനെ അദ്ദേഹം നിരന്തരം പ്രവർത്തിച്ചു. അങ്ങനെ ലോക സമാധാനത്തിനും നന്മക്കും വേണ്ടി പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു സമ്മാനമാണ് നോബൽ സമ്മാനം എന്ന് പറയുന്നത്. അപ്പോൾ നന്മകളിലൂടെ മുന്നേറാൻ വേണ്ടി കാലശേഷവും നമ്മെക്കുറിച്ച് ആളുകൾ ഓർക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു നാട്ടിൽ ദാരിദ്ര്യം അനുഭവിച്ച് കൊണ്ട് കടന്നു വരുന്ന ആളുകൾ വർദ്ധിച്ചു. അതുവരെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് യാചകരായ ആളുകൾ വർദ്ധിച്ചത് എന്നതിനെക്കുറിച്ച് അവർ പഠനം നടത്തിയ സമയത്ത് ഒരു പ്രത്യേക ഗ്രാമത്തിൽ നിന്നാണ് ഇവിടേക്ക് ആളുകൾ യാചകർ കടന്നു വരുന്നത്. അങ്ങനെ എന്താണ് ആ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് യാചകർ വരാനുള്ള കാരണം? അതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ ഒരാൾ അവിടേക്ക് ആഹാരം എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു, ഭക്ഷണം എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അയാൾ മരണപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ ആളുകൾ അവിടെ നിന്ന് അവർക്ക് ഭക്ഷണം കിട്ടാതെ നാട്ടിലേക്ക് വരുന്നത്. ആരായിരുന്നു, എങ്ങനെയായിരുന്നു? അപ്പോൾ അവർക്ക് മനസ്സിലായി, ആ നാട്ടിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടു പോയിരുന്നു. അയാളെ മയ്യത്ത് കുളിപ്പിച്ച ആളുകൾ അയാളുടെ തോളിൽ ഒരു തഴമ്പ് കണ്ടു എന്നാണ്. അയാളുടെ തോളിൽ ഒരു തഴമ്പ് കണ്ടു. ആരോടും പറയാതെ അറിയാതെ ഇയാളായിരുന്നു ഈ പാവപ്പെട്ട നാട്ടിലേക്ക്, ആ തുരുത്തിലേക്ക് അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഭക്ഷണം എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. അയാൾ മരണപ്പെട്ടു പോയപ്പോൾ ആ ദൗത്യം ഏറ്റെടുക്കാൻ വേറെ ആളില്ലാത്തപ്പോൾ അത് കാരണമാണ് ഇവിടേക്ക് ആളുകൾ എത്തിപ്പെടാൻ കാരണമായിട്ടുള്ളത് എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു സംഭവം കാണാം. അതുപോലെ നമ്മളെ കൊണ്ടൊക്കെ പലരും ജീവിക്കണം, നമ്മളെ കൊണ്ടൊക്കെ പലരും സന്തോഷിക്കണം. അതിന് പല വഴികളുണ്ട്. ആരാധനകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇതൊക്കെ നിർവഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ആരാധന. അല്ലാതെ ആരാധന നിർവഹിച്ച് സ്വർഗത്ത് പോകാൻ കഴിയും എന്ന് നമ്മളാരും വിചാരിക്കേണ്ട. നിസ്കരിച്ചും നോമ്പുവറ്റൊക്കെ ഈ കാര്യം ചെയ്യുന്ന, മറ്റേ കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിൻ്റെ തെളിവാണ് നിസ്കാരം. നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമുക്കും പ്രകൃതിക്കും പ്രപഞ്ചത്തിനും ഇവിടെയുള്ള സമൂഹത്തിനും വേണ്ടി നമ്മൾ നിർവഹിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ് ഇബാദത്ത് എന്ന് പറയുന്നത്, നമസ്കാരങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ അസ്സലാത്തു തൻഹാ അനിൽ ഫഹിശാഇ വൽ മുൻകർ, നിസ്കാരം എന്നത് മോശപ്പെട്ട സർവ്വതിൽ നിന്നും മനുഷ്യരെ തടയും എന്ന് ഖുർആൻ പറയാനുള്ള കാരണം എന്താ? അത് തടഞ്ഞാലേ നിസ്കാരാകൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ന്യൂ ഇയർ എന്ന അവസ്ഥയിലേക്ക്, പുതിയ ഒരു വർഷമല്ല, പുതിയൊരു രൂപത്തിലുള്ള കണക്ക് കൂട്ടൽ, ഗണന എന്ന് മാത്രമേയുള്ളൂ. അതിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളോ നമ്മുടെ മക്കളോ ഈ തെറ്റായ രൂപത്തിലുള്ള ഒരു ആഘോഷ രീതികളിലേക്ക് ആഘോഷിക്കേണ്ട ഒരു കാര്യവും അതിലില്ല എന്ന് മനസ്സിലാക്കുകയും, എന്നാൽ ഒരു പുനരാലോചന അത്യാവശ്യമാണെന്നും അത് മുസ്ലിം എന്ന നിലക്ക് നമ്മുടെയൊക്കെ ഐഹികവും പാരത്രികവുമായ ജീവിതത്തിൻ്റെ മോക്ഷത്തിന് വേണ്ടിയാണെന്നും നാം തിരിച്ചറിയുക. ഇങ്ങനെ കാര്യബോധത്തോടുകൂടി ചിന്തിക്കുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്ന വിശ്വാസിനികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂം ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും ഇബാദല്ലാഹി വനഫ്സി സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. SIR-ൻ്റെ കരട് പട്ടിക വന്നത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കും. നമ്മുടെ ഫോൺ നമ്പറോ എപ്പിക് നമ്പറോ ഉപയോഗിച്ചുകൊണ്ട് അത് പരിശോധിക്കുവാനുള്ള അവസരവുമുണ്ട്. എല്ലാ ആളുകളും അത് പരിശോധിച്ചിട്ടുണ്ടാകും. അവനവൻ്റേത് മാത്രമല്ല, അവനവൻ്റെ വീട്ടിലുള്ളതും അതുപോലെ തന്നെ തൊട്ട അയൽപക്കങ്ങളിലൊക്കെ ഇത് നോക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്കൊക്കെ സഹായകമായി
ബൂത്ത് അടിസ്ഥാനത്തിൽ തന്നെ മഹലിൻ്റെ പേരിലും രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലും പ്രത്യേകമായ സ്ക്വാഡുകൾ രൂപീകരിച്ച് ഇത് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്, കരട് പട്ടികയിൽ അവനവൻ്റെ പേരുണ്ട് എന്ന്. അതിൽ പെടാത്ത തെളിവുകൾ ഹാജരാക്കേണ്ടുന്ന, രേഖകൾ ഹാജരാക്കേണ്ടുന്ന ആളുകൾക്ക് ഹിയറിങ്ങിന് ആവശ്യമാകുന്ന സമയങ്ങളിൽ BLOമാർ അതിനു വേണ്ടിയുള്ള നിർദ്ദേശം നൽകും. എന്താണ് കാരണമെന്നും അതിന് ഏത് രേഖയാണ് ഹാജരാക്കേണ്ടത് എന്നും. ആ രേഖ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ മിക്കവാറും ആളുകളുടെ അടുക്കൽ, എല്ലാവരുടെ അടുക്കലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 12 രേഖകളിൽ ഏതെങ്കിലും ഒരു രേഖ നൽകിയാൽ മതിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയെല്ലാം ഉറപ്പ് വരുത്തണം. ഇനി ഉറപ്പ് വരുത്തിയാൽ തന്നെയും, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വന്നത് നമ്മൾ കണ്ടു, ഇനി ഈ കരട് പട്ടികയിൽ വന്നിട്ടുള്ള ആളുകളിൽ തന്നെ വീണ്ടും ഒരു എന്യൂമറേഷൻ നടത്തുന്നുണ്ട് എന്ന്. മുഴുവൻ ആളുകളിലും ആവില്ല. അതിൽ തന്നെ ബന്ധുക്കളെ നൽകിയതിൻ്റെ കൂട്ടത്തിൽ പിതാവോ മാതാവോ പിതാമഹനോ അല്ലാതെ ഭാര്യയോ സഹോദരിയോ ബാക്കിയുള്ളവരോ അഥവാ കുടുംബത്തിൽ ആരെങ്കിലും ഒന്ന് 2002 പട്ടികയിൽ ഉണ്ടായാൽ മതി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നൽകിയിട്ടുള്ള ആളുകൾക്കാണ് പുതിയ എന്യൂമറേഷൻ വരുന്നത് എന്നും അവർ വേറെ എന്തെങ്കിലുമൊക്കെ ഹാജരാക്കേണ്ടി വരും എന്നുമൊക്കെ. അഥവാ നല്ലതിന് വേണ്ടിയിട്ടില്ല, ആരോ പറഞ്ഞാൽ അതിന് ഇമ്മാനെ ചുംബിക്കാൻ വേണ്ടിയിട്ടല്ല, മണിക്കാതിലെ തൊള്ളയിലാക്കാനാ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആരോ. അതുപോലെ നമ്മെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടല്ല, ആരെ എങ്ങനെ ഇതിൽ നിന്ന് ഒഴിവാക്കാം എന്ന രൂപത്തിലുള്ള ചിന്തയാണ് ഭരണാധികാരികൾക്കുള്ളത്. അതുകൊണ്ട് ഒട്ടും തന്നെ നമ്മൾ അലസരാകാതെ എല്ലാവരും ഓരോ സ്ഥലങ്ങളിലും എല്ലാ അടിസ്ഥാനത്തിലും ബൂത്തുകൾ സ്ഥാപിച്ച് വേണ്ട സേവനങ്ങൾ ചെയ്തുകൊണ്ട് ആ രംഗത്ത് വേണ്ടത് ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ത്യ മതങ്ങളുടെ സംഗമ ഭൂമിയാണ് എന്ന് നമുക്കറിയാം. അല്ലാമ ഇഖ്ബാൽ പാടിയിട്ടുള്ളത് ഒരു പൂന്തോട്ടമാണ് ഇവിടെ എന്നാണ്. നമ്മുടെ രാജ്യം സാരേ ജഹാസെ അച്ച എന്ന് പറഞ്ഞുകൊണ്ട്, പൂന്തോട്ടം എന്നത് ഒരേ തരത്തിലുള്ള പൂക്കൾ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് എങ്കിൽ അതിന് പൂന്തോട്ടം എന്ന ആളുകൾ പറയുകയില്ല. വ്യത്യസ്ത രൂപത്തിലുള്ള, വർണ്ണത്തിലുള്ള, വാസനയിലുള്ള, അങ്ങനെയൊക്കെയുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അതൊരു പൂന്തോട്ടമായി മാറുന്നത്. അങ്ങനെയുള്ള മതങ്ങൾ കൊണ്ട് നിറഞ്ഞ രാജ്യമായിരുന്നു ഇന്ത്യ. മതേതരത്വത്തോടുകൂടി, സാഹോദര്യത്തോടുകൂടി ജീവിക്കുകയും അവരുടെ ആഘോഷങ്ങൾ നടത്തുകയും അതിൽ പങ്കാളികളാവുകയും അവരോട് സഹകരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്തിലെ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി, നിയമപാലകരുടെ സഹായത്തോടുകൂടി, ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി, നിയമപാലകരുടെ സഹായത്തോടുകൂടി ആവർത്തിച്ചു പറയേണ്ടതാണ് ആ വാചകങ്ങൾ. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ കലാപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുമസ് ആഘോഷത്തിൽ കരോളുമായി നീങ്ങിയിട്ടുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ നമ്മുടെ ഈ മതസൗഹാർദ്ദത്തിന്റെ കേളീരംഗം എന്ന് പറയുന്ന കൊച്ചു കേരളത്തിൽ വരെ വെറുതെ വിടാത്ത കാപാലികന്മാരെയാണ് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിച്ചത്. എവിടേക്കാണ് ഈ നാട് പോകുന്നത്? നമ്മാൽ കഴിയുന്ന വിധത്തിൽ ഈ ദുരവസ്ഥക്കെതിരെ പടയണി ചേരുവാനും എങ്ങനെയൊക്കെ അതിനെ എതിർക്കാൻ സാധിക്കുമോ ആ രൂപത്തിലൊക്കെ എതിർക്കുവാനും തയ്യാറാവേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഈ ദുരന്തം അനുഭവിക്കുന്ന സമൂഹം മറ്റുള്ളവർക്ക് നേരെ ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടായപ്പോൾ അതിനെ ന്യായീകരിക്കുകയും അതുപോലെ തന്നെ അവർക്ക് പിന്തുണ പാറുകയും ഞങ്ങൾക്ക് നേരെ ഏതായാലും ഇവിടെ ഒന്നും ഉണ്ടാവുകയില്ല, ഞങ്ങൾ കുറഞ്ഞ ശതമാനമാണെങ്കിലും സിംഹഭാഗങ്ങളിലും ഞങ്ങളാണ് അധികാരത്തിലുള്ളത്, കുഞ്ചിക സ്ഥാനങ്ങളിൽ ഞങ്ങൾ ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നടന്നവരായിരുന്നു. പക്ഷേ അതൊക്കെ വിഫലമാകുന്ന രംഗമാണ്. മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമുക്കൊട്ടും സന്തോഷമല്ല ഉള്ളത്. നമ്മുടെ ഒരു സഹോദര സമൂഹം എന്ന നിലക്ക് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ അവരുടെ കൂടെ, പീഡിതരുടെ കൂടെ നിന്ന് അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുന്നത്, അത് നമ്മുടെ വാക്കുകളിലൂടെയായിരുന്നാലും പ്രസ്താവനകളിലൂടെയായിരുന്നാലും പ്രതിഷേധങ്ങളിലൂടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും അതിലൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യം നശിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അതിലെല്ലാം പങ്കാളികളാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വദേശ ബോധമുള്ള, ദേശത്തെ, രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഈ രാജ്യത്തിൻ്റെ സേവകന്മാരായ ആളുകളുടെ കൂട്ടത്തിലും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഘോഷങ്ങൾ ഏതായിരുന്നാലും അത് വഴിവിട്ടതാവാത്ത രൂപത്തിൽ അതിനെ കാണുവാനും
ഏത് ആഘോഷങ്ങളിലും ആരാധനകളുടെ ഒരു രൂപം കണ്ടുകൊണ്ട് ജീവിതത്തെ പരിവർത്തിപ്പിക്കുവാനുമുള്ള ഒരു ഈമാനികമായ ചിന്ത പടച്ചവനെ നീ ഞങ്ങളിലെല്ലാവരെയും നിലനിർത്തി തരണമേ തമ്പുരാനെ. വരും ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും ആലോചനകൾ നടത്തുവാനും ആത്മാർത്ഥമായി അത് നടപ്പിൽ വരുത്തുവാനുമുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ തമ്പുരാനെ. അതിനുള്ള സന്മനസ് ഞങ്ങൾക്ക് നീ നൽകണമേ റഹ്മാനെ. കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 ആളുകൾ മരണപ്പെട്ട വിവരം ലഭിച്ചിട്ടുണ്ട്. ഒന്ന് ഒരു കുഞ്ഞാത്തു എന്ന് പറയുന്ന സഹോദരി, അതുപോലെ ത്വാഹ എന്ന് പറയുന്ന ഒരു സഹോദരൻ, അതുപോലെ നമ്മുടെ ഈ അടുത്ത് ഒരു സഹോദരി, 2-3 ആളുകൾ മരണപ്പെട്ട വിവരം ലഭിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽപ്രവർത്തനങ്ങളുടെ കൂട്ടിനാൽ ബർസഖി ജീവിതം നയിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അവരെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് സമാധാനവും ആശ്വാസവും നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്കെല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരണമേ. രോഗികളായ ആളുകളുടെ രോഗങ്ങൾ നീ ശമനം നൽകണമേ. വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ വിഷമങ്ങൾ നീ തീർത്തു കൊടുക്കണമേ. ഈമാനോടുകൂടി ജീവിക്കുവാനും അങ്ങനെ മരണപ്പെട്ടു പോകുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.